ക്ലാസ്സിലെ ഇന്നത്തെ ബയോളജിയിലെ ഇന്നത്തെ ക്ലാസ് സുവോളജി സബ്ജക്റ്റാണ്. ഇന്നലെ നമ്മൾ ബോട്ടണിയിലെ ഫസ്റ്റ് പാഠത്തിലെ കുറച്ച് ഭാഗങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. എല്ലാവർക്കും അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും അത് പഠിച്ചു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് സുവോളജിയാണ്. സുവോളജിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ലിവിങ് വേൾഡ്, അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ അതിലെ ഓരോ കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത് ഓരോ അനിമൽ കിങ്ഡം, അതിലുള്ള ഓരോ ഭാഗങ്ങൾ, അതിലെ ഓരോ വീണ്ടും അനിമൽ കിങ്ഡത്തിന് വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ആ ഒരു കാര്യങ്ങളും അതിലുള്ള ഓരോ ജീവികളുടെ ക്യാരക്ടേഴ്സും ഒക്കെയാണ് നമ്മൾ ഇനി ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ലെറ്റ്സ് സ്റ്റാർട്ട് അവർ ക്ലാസ്. ഇതിൽ നമ്മൾ സുവോളജിയാണ് എടുക്കുന്നത്. സുവോളജിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ലിവിങ് വേൾഡ് ആണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബോട്ടണിയിലെ ഫസ്റ്റ് ചാപ്റ്റർ പരിചയപ്പെട്ടു അല്ലേ? എന്തൊക്കെയായിരുന്നു അതിൽ പഠിച്ചിരുന്നത്? നമ്മൾ കുറച്ച് ക്ലാസിഫിക്കേഷൻ, 2 കിങ്ഡം 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഒക്കെ പഠിച്ചു അല്ലേ? അതിൽ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ നമ്മൾ പറഞ്ഞപ്പോൾ ഓരോ ജീവികളെയും നമ്മൾ തരംതിരിച്ചിട്ടുള്ള അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്തിട്ടുള്ള എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു? അവിടെ ആ ഒരു ക്യാരക്ടേഴ്സ് ഓരോ കള്ളിയായിട്ട് നമ്മൾ ചെയ്ത് പഠിച്ചു അല്ലേ? ഇനി ഇവിടെ നമ്മൾ സുവോളജി ആയതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് എന്തെടുത്തത്? കിങ്ഡം അനിമാലിയ എടുത്തത്. ഓക്കെ, നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്, ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് ലിവിങ് വേൾഡിലെ ഫസ്റ്റ് കിങ്ഡം അനിമാലിയ, ഇതിൻ്റെ ക്യാരക്ടേഴ്സും പിന്നെ അതിൽ ഉൾപ്പെടുന്ന ഓരോ ഡിവിഷൻസ്, ക്ലാസ്, ഓർഡർ, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഫൈലം, ക്ലാസ്, ഓർഡർ, അങ്ങനെ ഓരോ ഓർഡർ ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഇനി കൂടുതലായിട്ട് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാവുന്നതാണ്. ഇനി ഇവിടെ നമ്മളൊരു കിങ്ഡം ആനിമൽസ് അല്ലെങ്കിൽ കിങ്ഡം അനിമാലിയ, പണ്ട് അരിസ്റ്റോട്ടിലൊക്കെ ചെയ്തത് എങ്ങനെയായിരുന്നു? എല്ലാ അനിമൽസിനും ഒരൊറ്റ ഗ്രൂപ്പിലാണ് ഉൾപ്പെടുത്തിയത്. പക്ഷെ കൂടുതൽ കാലം കഴിയുന്തോറും എന്ത് ചെയ്തു? അവരുടെ ഓരോ ക്യാരക്ടേഴ്സും എടുത്ത്, ഓരോ ജീവികളുടെയും ക്യാരക്ടേഴ്സ് എടുത്ത് നോക്കി അവരെ ഇന്ന കാര്യത്തിൽ ഇന്ന സാമ്യത അല്ലെങ്കിൽ സിമിലാരിറ്റീസ് അല്ലെങ്കിൽ ഡിസിമിലാരിറ്റീസ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? അവർ വീണ്ടും എന്തായി? ഗ്രൂപ്പുകളാക്കി തരംതിരിച്ചു. ഇവിടെ നമ്മൾ കിങ്ഡം അനിമൽസിന്റെ കാര്യത്തിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഏതൊക്കെ ക്യാരക്ടേഴ്സ് ആണ് എടുക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ ഈസ് സ്ട്രക്ചർ. അപ്പോൾ നമ്മൾ സ്ട്രക്ചറിന്റെ കാര്യത്തിൽ നമുക്കറിയാം, മോർഫോളജിക്കൽ, ബാഹ്യ കാര്യത്തിൽ അവിടെ സ്ട്രക്ചർ എങ്ങനെ ആണെന്നുള്ളതിന്റെ കാര്യത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? അവ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, രണ്ടാമത്താണ് അറേഞ്ച്മെന്റ് ഓഫ് സെൽ. അപ്പോൾ ഈ ഒരു കിങ്ഡം അനിമൽസ് കിങ്ഡത്തിൽ അവയെ എന്ത് ചെയ്തിട്ടുണ്ട്? അവരുടെ സെല്ലിന്റെ അറേഞ്ച്മെന്റിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയെന്ന് വെച്ചാൽ നമുക്കറിയാം, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു, ഓരോ ചില ജീവികളിൽ എന്തുണ്ട്? താഴെ ചെറിയ ജീവികളിലൊക്കെ എന്തുണ്ട്? ഒരൊറ്റ സെല്ല് കൊണ്ട് നിർമ്മിതമാണ് അല്ലേ? അപ്പൊ ആ ഒരു ജീവികളിൽ ആ ജീവികളുടെ ഫങ്ഷന്, അവരുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന പ്രവർത്തനങ്ങൾ, അവരുടെ ആ ഒരു എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നത് എന്തിലാണ്? ആ ഒരൊറ്റ സെല്ലിലായിരിക്കും. അപ്പോൾ പിന്നെ അങ്ങനെ ജീവിവർഗത്തിന്റെ ഈ ഒരു വലുപ്പം കൂടുന്നതിനനുസരിച്ച് എന്തായി മാറുന്നുണ്ട്? കൂടുതൽ കോംപ്ലിക്കേറ്റഡ് അല്ലെങ്കിൽ കൂടുതൽ സങ്കീർണമായിട്ടുള്ളൊരു ശരീരമായി മാറുന്നുണ്ട്. അതിനനുസരിച്ച് എന്തായി മാറുന്നുണ്ട്? അവിടെ സെല്ലുകൾക്ക് സെല്ലുകൾ എന്തായി മാറുന്നുണ്ട്? കോശം ടിഷ്യൂ ആയിട്ട് അങ്ങനെ മാറുന്നുണ്ട് എന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഓക്കെ, ഇവിടെ എന്തായി മാറുന്നുണ്ട്? ആ സെല്ലിന്റെ അറേഞ്ച്മെന്റ് ഇവിടെ നോക്കുന്നുണ്ട്. മൂന്നാമത്താണ് ബോഡി സിമെട്രി. എന്താണ് ബോഡി സിമെട്രി എന്ന് പറഞ്ഞാൽ? ഇപ്പൊ നമ്മളൊരു പ്ലെയിനിൽ വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യുകയാണെങ്കിൽ, ഈക്വൽ ഹാഫാക്കി കട്ട് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും? നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഓരോ രണ്ട് സൈഡും ഒരുപോലെ കിട്ടുന്നുണ്ട് അല്ലെ? ഇനിയിപ്പോ താഴ്ന്ന ജീവികളിൽ ഇപ്പോൾ ഒരു നമ്മുടെ സ്റ്റാർ ഫിഷ് ആയാലും, സ്റ്റാർ ഫിഷിനെ ഏത് സൈഡിലും കട്ട് ചെയ്താലും എന്ത് ചെയ്യുന്നുണ്ട്? തുല്യ ഹാഫായിട്ട് കിട്ടുന്നുണ്ട് അല്ലെ? എല്ലാ ഭാഗവും ഒരുപോലെ ആയിട്ട് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ചില വേറെ ജീവികളിൽ അവയെ ഒരു പ്ലെയിനിൽ വെച്ച് നമ്മൾ കട്ട് ചെയ്താൽ തുല്യ ഹാഫ് കിട്ടുമോ അതോ ഈക്വൽ അല്ലെങ്കിൽ അൺഈക്വൽ ആണോ കിട്ടുക? അങ്ങനെ ആ ഒരു കേസിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിനെ പറയുന്നതാണ് ബോഡി സിമെട്രി. ഓക്കെ, അതായത് കട്ട് ചെയ്യുന്നതിനനുസരിച്ച് തുല്യതയിലാണോ അതോ അൺഈക്വൽ ആയിട്ടാണോ കിട്ടുന്നത് എന്നത് അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് എന്ത് പറയുന്നത്? ബോഡി സിമെട്രി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് നേച്ചർ ഓഫ് സീലം. എന്താണ് സീലം? സീലം എന്ന വാക്കിന്റെ അർത്ഥം അറ എന്നാണ്. ഓക്കെ,
അപ്പോൾ ഈ ഓരോ വേർഡ്സും അതിൻ്റെ മലയാളം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. നിങ്ങൾ +1 ആണ്, ഇവിടുന്ന് അങ്ങോട്ട് പോകുന്തോറും നമുക്ക് ഓരോ വാക്കുകളും എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ സീലം എന്ന് പറഞ്ഞത് അറയാണ്. അപ്പോൾ ബോഡി ക്യാവിറ്റിയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ശരീര അറ. ഓക്കെ, ചെറിയ ജീവികളിൽ ഇപ്പോൾ നമുക്കറിയാം ഹൈഡ്ര, അങ്ങനെ ഓരോ ജീവികളും നമ്മളിങ്ങനെ അവിടെ ശരീര അറകൾ നോക്കുകയാണെങ്കിൽ ഓരോ അറകളിലും എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം അതൊരു അറയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സീലം, ചിലർക്ക് ശരീര അറകൾ ഉണ്ടാവില്ല, അങ്ങനെ ശരീര അറകളുള്ളവയും അറകളില്ലാത്തവയും, അങ്ങനെ അതാണ് എന്ത്, ആ ഒരു നേച്ചർ ഓഫ് സീലം. സീലത്തിൻ്റെ ആ ഒരു അറകളുടെ ആ ഒരു പ്രത്യേകതയെ അനുസരിച്ച് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ആനിമൽസ് കിങ്ഡത്തിനെ എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വൺ ഈസ് ഡൈജഷൻ. എന്താണ് ഡൈജഷൻ? ദഹനം അല്ലെ. ഡൈജഷൻ എന്ന് പറഞ്ഞാൽ ദഹനം. ഈ ദഹനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്കറിയാം, നമ്മുടെ മനുഷ്യരുടെ കേസിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഡൈജഷന്റെ ആ ഒരു ഡൈജസ്റ്റീവ് സിസ്റ്റം അല്ലെ, ദഹന വ്യവസ്ഥ. എന്താണ് ഡൈജസ്റ്റീവ് സിസ്റ്റം? ദഹന വ്യവസ്ഥ. ആ വ്യവസ്ഥയിൽ എന്തൊക്കെ ഭാഗങ്ങളുണ്ട്? നമുക്ക് ചെറിയ ക്ലാസ് മുതൽ നമ്മൾ പഠിച്ചു വരുന്നതാണ്, നമ്മുടെ വായ മുതൽ എന്ത് വരെ ഉണ്ട്, ആനസ് വരെ അല്ലേ, ആ ഒരു ഭാഗം വരെ നമ്മുടെ ഒരു ഡൈജസ്റ്റീവ് സിസ്റ്റമാണ്. അപ്പോൾ നമ്മൾ ഈ മനുഷ്യർ അടങ്ങിയ ജീവജാലങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്, വളരെ സങ്കീർണമായ ഡൈജസ്റ്റീവ് സിസ്റ്റമാണ് ഉള്ളത് അല്ലേ. പല എന്തുണ്ട്, അവയവങ്ങൾ ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഡൈജസ്റ്റീവ് സിസ്റ്റം ഉൾക്കൊള്ളുന്നത്. പക്ഷെ വേറെ ജീവികളിൽ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ചിലവർക്ക് എന്തുണ്ടാവും, ചിലവർക്ക് മൗത്തും ആനസും ഒരേ ഫങ്ഷൻ ആയിരിക്കും, ചിലർക്ക് മൗത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ, ചിലവർക്ക് എന്ത് ചെയ്യുന്നുണ്ടാവില്ല, ആനസ് ഉണ്ടാവില്ല. ഓക്കെ, അതായത് ആനസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു നമ്മൾ ദഹന വ്യവസ്ഥൻ്റെ ഭാഗമായിട്ട്, അതിൻ്റെ അവസാന ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, വസ്തുക്കൾ വേസ്റ്റുകളൊക്കെ പുറന്തള്ളുന്നുണ്ട്. ആ ഒരു ഭാഗമാണ് എന്ത് പറയുന്നത്, ആനസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ചില ജീവികളിൽ എന്തുണ്ടാവും, മൗത്ത് എന്തായി മാറും, മൗത്ത് ആനസും രണ്ട് ഫങ്ഷൻ ആയിരിക്കും. മൗത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ, പക്ഷെ ആ ഒരു വേസ്റ്റ് പുറത്ത് തള്ളുന്ന ഇതെന്തായിരിക്കും, മൗത്തിലൂടെ തന്നെ ആയിരിക്കും. അങ്ങനെ മൗത്ത് മാത്രമുള്ള ജീവികൾ, പിന്നെ അതുപോലെ തന്നെ മൗത്തും ആനസുള്ള ജീവികൾ, അങ്ങനെയുള്ള ആ ഒരു ഡൈജസ്റ്റീവ് സിസ്റ്റം തന്നെ വ്യത്യാസമുള്ള ജീവികളും ഇത്തരത്തിലുള്ള ആനിമൽസിലുണ്ട്. ഓക്കെ, വൺ ഈസ് സർക്കുലേഷൻ. എന്താണ് സർക്കുലേഷൻ? നമുക്കറിയാം, സർക്കുലേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബ്ലഡ് സർക്കുലേഷൻ അല്ലേ, രക്തപര്യന വ്യവസ്ഥ ചെറിയ ക്ലാസ്സുകൾ പഠിച്ചിട്ടുണ്ട്. ആ ഒരു സർക്കുലേഷൻ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ മനുഷ്യരുടെ കേസിൽ നമുക്ക് എന്തുണ്ട്, നമ്മുടെ ഹാർട്ട് ഉണ്ട് അല്ലേ, അതിലുള്ള ആർട്ടറീസ്, പിന്നെ വെയിൻസ് അല്ലെ, സിരകളും ധമനികളും ഹൃദയം ഒക്കെ നമ്മുടെ ശരീരത്തിലുണ്ട്. പക്ഷെ അതില്ലാത്ത ജീവികളും ഈ അനിമൽ കിങ്ഡത്തിലുണ്ട്. ഓക്കെ, അതില്ലാത്ത ജീവികളും എന്തുണ്ട്, അനിമൽ കിങ്ഡത്തിലുണ്ട്. അപ്പോൾ നമ്മൾ അനിമൽ കിങ്ഡത്തിലെ തന്നെ ചെറിയ ജീവികൾ നോക്കുകയാണെങ്കിൽ തന്നെ അവർക്ക് എന്തുണ്ടാവില്ല, ഒരു സർക്കുലേറ്ററി സിസ്റ്റം തന്നെ ഉണ്ടായിരിക്കില്ല. ചിലപ്പം ബോഡി മാത്രമായിരിക്കും എന്ത്, ആ ഒരു ബോഡി ക്യാവിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ആയിരിക്കും എന്ത്, സർക്കുലേഷൻ അല്ലേ, ആ ഒരു ഇത് നടക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള രീതിയിലും എന്ത് ചെയ്തിട്ടുണ്ട്, ഈ അനിമൽ കിങ്ഡത്തിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് റീപ്രൊഡക്ഷൻ. നമുക്കറിയാം, ചെറിയ ജീവികളിൽ നിന്നും ഉയർന്ന തലങ്ങളിലേക്ക് വരുമ്പോൾ അവരുടെ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ എന്ത്, അതായത് ആ ഒരു പ്രത്യുൽപാദന രീതി, മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ തന്നെ എന്തുണ്ടാവും, വ്യത്യാസം ഉണ്ടായിരിക്കും. ഇപ്പം ചെറിയ നമുക്ക് ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഹൈഡ്രയെ കുറിച്ച് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഈ ഹൈഡ്ര എന്താണ്, ഒരു ജലത്തിൽ വസിക്കുന്ന ജീവിയാണ്. അവരുടെ ആ ഒരു മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ അവരുടെ ആ ഒരു റീപ്രൊഡക്റ്റീവ് അല്ലെങ്കിൽ പ്രത്യുൽപാദന രീതി എന്ന് പറയുന്നത് എങ്ങനെയാണ്, അവരുടെ ആ ഹൈഡ്രയിൽ എന്ത് ചെയ്യും, ഒരു ചെറിയ ഹൈഡ്രയുടെ ദേഹത്ത് ചെറിയൊരു മുകുളം, ഒരു ബഡ് വന്നിട്ട് എന്ത് ചെയ്യും, പുതിയ മുളച്ച് അത് അവിടുന്ന് ഗ്രോത്ത് ചെയ്ത് ഡെവലപ്മെൻ്റ് ഒക്കെ സംഭവിച്ച് എന്ത് ചെയ്യും, അത് ആ ഒരു ഹൈഡ്ര പാരന്റ് ആ മാതൃ ശരീരത്തിൽ നിന്നും എന്ത് ചെയ്യും, അത് ഡിറ്റാച്ച് ചെയ്ത് പോവുകയാണ്. അങ്ങനെയാണ് അവിടെ ഹൈഡ്രയിൽ നടക്കുന്നത്. പിന്നെ മനുഷ്യരുടെ കേസിൽ ഒരു സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. ഓക്കെ, ചില ജീവികൾ, താഴ്ന്ന തരം ജീവികളിലൊക്കെ എന്ത് ചെയ്യും, അവരെങ്ങനെ കട്ട് ചെയ്താലും പ്ലനേറിയ ഏത് രീതിയിൽ കട്ട് ചെയ്താലും എന്ത് ചെയ്യും, ആ ഓരോ പീസും പുതിയൊരു പ്ലനേറിയ ആയിട്ട് മാറാനുള്ള കഴിവുണ്ട്. അനിമൽ കിങ്ഡത്തിനെ നമ്മൾ ഇത്തരത്തിലുള്ള ഈ ഒരു രീതിയിലൊക്കെയാണ് എന്താണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അതായത് സ്ട്രക്ചറിന്റെ കാര്യത്തിൽ അറേഞ്ച്മെന്റ് ഓഫ് സെൽ, ബോഡി സിമെട്രി, നേച്ചർ ഓഫ് സീലം, ഡൈജഷൻ, സർക്കുലേഷൻ ആൻഡ് റീപ്രൊഡക്ഷൻ. ഓക്കെ, ഇനി നമ്മൾ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ അവിടെ ആ ശരീരത്തിൻ്റെ ആ ഒരു ഓർഗനൈസേഷൻ, അതിൻ്റെ ഘടന, ആ ഒരു കാര്യത്തിൽ അവയെ എങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ,
ഫസ്റ്റ് സെല്ലുലാർ ലെവൽ, ആ ഒരു സെല്ലുലാർ ലെവൽ സെല്ല് കൊണ്ട് മാത്രം നിർമ്മിച്ച അല്ലെങ്കിൽ ആ സെല്ല് കോശങ്ങൾ കൊണ്ട് നിർമ്മിതമായിട്ട് അത്തരത്തിലുള്ള ജീവികൾ മാത്രമുള്ളതാണ് എന്ത് സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. അപ്പോൾ സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ മാത്രമുള്ള ജീവികൾക്ക് എക്സാമ്പിളാണ് സ്പോഞ്ചസ്. ഓക്കെ, അപ്പോൾ ആ സ്പോഞ്ചസിൽ എങ്ങനെയാണ്, അതിന് സെല്ലുകളാണ് അതിൻ്റെ എല്ലാ ബോഡി ഫങ്ഷനിങ് ഒക്കെ ചെയ്യുന്നത് ആരാണ്, ഈ ഒരു സെല്ല് മാത്രമേ ഉള്ളൂ അല്ലേ. നമുക്കറിയാം നമ്മുടെ ശരീരത്തിലുള്ള ഫങ്ഷൻസ് ഒക്കെ ചെയ്യുന്നത് എങ്ങനെയാണ്, ഓരോ അവയവങ്ങളാണ്. പക്ഷെ ഇവിടെ എന്തില്ല, അവയവങ്ങളില്ല, ഇവിടെ എന്ത് മാത്രമേ ഉള്ളൂ, സെല്ലുകളേ ഉള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള ഓർഗനൈസേഷനെ പറയുന്ന പേരാണെന്ത് സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. അതിൻ്റെ എക്സാമ്പിളാണ് സ്പോഞ്ച്. ഓക്കെ, സ്പോഞ്ച് എന്താണ് നമുക്കറിയാം, ഈ ജലത്തിലൊക്കെ ഉള്ള ഒരു ജീവിയാണ് എന്ത് ഈ സ്പോഞ്ചസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഇത്തരത്തിലുള്ള ജീവികളെ കുറിച്ച് അതിൻ്റെ പ്രത്യേകതകളും ക്യാരക്ടേഴ്സും ഒക്കെ നമ്മൾ കൂടുതലായിട്ടും നമ്മൾ ഇനിയുള്ള ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ചർച്ച ചെയ്യും. ഓക്കെ, ഇനി അടുത്തതാണ് ടിഷ്യൂ ലെവൽ. എന്താണ് ടിഷ്യൂ ലെവൽ? അതായത് നമുക്കറിയാം സെല്ലുകൾ കൂടിച്ചേർന്ന് ഒരേ ഇനം സെല്ലുകൾ കൂടിച്ചേർന്നാണ് ടിഷ്യൂ ഉണ്ടാവുന്നത്. അതായത് ഒരേ ഇനം കോശങ്ങൾ ചേർന്നാണ് എന്തുണ്ടാവുന്നത്, കലകൾ ഉണ്ടാവുന്നത് അല്ലേ. സെല്ല് പറഞ്ഞാൽ എന്താണ് കോശം, ടിഷ്യൂ പറഞ്ഞാൽ എന്താണ് കല. ഓക്കെ, അപ്പോൾ ഈ ഒരേ ഇനം സെല്ലുകൾ കൂടി ചേർന്ന് ടിഷ്യൂ ഉണ്ടാവുന്നു. അപ്പോൾ ഈ ശരീരത്തിലുള്ള ഫങ്ഷനുകളൊക്കെ ചെയ്യുന്നത് ഈ സെല്ലുകൾ കൂടി ചേർന്ന് ആ ഉണ്ടായിട്ടുള്ള ആ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ആ ഒരു സ്ട്രക്ചറാണ് എന്ത് ടിഷ്യൂ ലെവൽ. ഓക്കെ, ആ ഒരു ടിഷ്യൂ ലെവലിൽ ഉള്ള ക്ലാസിഫിക്കേഷൻ അത്തരത്തിലുള്ള ജീവികളാണ് എന്ത് സീലിൻഡ്രൈറ്റ്സ്. അതായത് ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ഉള്ള ആ ഒരു ജീവികൾക്ക് എക്സാമ്പിളാണ് സീലിൻഡ്രൈറ്റ്സ്. അപ്പോൾ ഈ ഒരു സീലിൻഡ്രൈറ്റ്സിൽ പെടുന്നത് ഏതൊക്കെയാണ്, ഹൈഡ്ര അങ്ങനെയുള്ള കുറച്ച് ജീവികൾ, ജെല്ലി ഫിഷ്, അതൊക്കെ സീലിൻഡ്രൈറ്റ്സിലാണ്. അപ്പോൾ അത് ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് കൂടുതലായിട്ട് പിന്നീട് പഠിക്കും. ദെൻ മൂന്നാമത്താണ് ഓർഗാൻ ലെവൽ. അതിൽ പെട്ടതാണ് പ്ലാറ്റിഹെൽമിന്തസ്. അപ്പോൾ ടിഷ്യൂ കൂടി ചേർന്ന് ഓർഗനായിട്ട് മാറി. ഓക്കെ, അതായത് അവയവങ്ങളായി മാറി. അപ്പോൾ ഈ ഒരു അവയവങ്ങൾ ഓരോ ഫങ്ഷനും ചെയ്യുന്ന അല്ലെങ്കിൽ ബോഡിയിലുള്ള ഓരോ പ്രവർത്തനങ്ങളും അതിന് ആ ഒരു പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള ഓരോ അവയവങ്ങളും ഉണ്ടായിരിക്കും. ഓക്കെ, നമുക്കറിയാം നമ്മുടെ ശരീരത്തിലെ ഹാർട്ട് അതിന് ഫങ്ഷൻ എന്താ എന്നുള്ളത് നമുക്കറിയാം, ലങ്സ് അതിന് ഫങ്ഷൻ എന്താ അതും നമുക്കറിയാം അല്ലേ. അതുപോലെ തന്നെ ആ ഒരു ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ഉള്ള ജീവികൾക്ക് പറയുന്നതാണ് പ്ലാറ്റിഹെൽമിന്തസ്. ഓക്കെ, നമ്മളൊക്കെ ഇതിൽ പെട്ട, പക്ഷെ നമ്മൾ ഇതിനേക്കാളും കൂടുതലായിട്ടുള്ള ഒരു സങ്കീർണമായിട്ടുള്ള ജീവികളാണ് നമ്മൾ. ഓക്കെ, ഇനി അടുത്തത് ഓർഗാൻ സിസ്റ്റം ലെവൽ. അതായത് ഓർഗാൻ കൂടിച്ചേർന്ന് എന്തായി മാറുന്നുണ്ട്, ഓർഗാൻ സിസ്റ്റമായി മാറുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഓർഗാൻ സിസ്റ്റം ലെവലിൽ ജീവികൾ ഉൾപ്പെട്ട വർഗമാണ് ഇത് ആസ്കെൽമിന്തസ്. നമ്മളൊക്കെ അതിൽ പെടും. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത് ലെവൽ ഓഫ് ഓർഗനൈസേഷനിൽ പെടുന്നത്. അതായത് സെല്ലുലാർ ലെവല്, ടിഷ്യൂ ലെവൽ, ഓർഗാൻ ലെവൽ, ഓർഗാൻ സിസ്റ്റം ലെവൽ. ഈ ഓരോ ലെവലും ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ വരുന്ന ജീവികൾ അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പ്സ് ഏതൊക്കെയാണ് എന്നുള്ളത് നമ്മൾ പഠിച്ചിരിക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇന്നത്തെ സുവോളജി ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് കിങ്ഡം അനിമാലിയ, അനിമൽസിൻ്റെ ആ ഒരു ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണ് നടത്തിയിട്ടുള്ളത്, ഏത് ക്യാരക്ടേഴ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളതാണ് നമ്മളിന്ന് പഠിച്ചത്. അതിൽ ഫസ്റ്റ് വൺ സ്ട്രക്ചർ, അറേഞ്ച്മെൻറ്റ് ഓഫ് സെല്ല്, ബോഡി സിമെട്രി, നേച്ചർ ഓഫ് സീലം, ഡൈജഷൻ, സർക്കുലേഷൻ, റിപ്രൊഡക്ഷൻ, ദെൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ആ ലെവൽ ഓഫ് ഓർഗനൈസേഷനിൽ വീണ്ടും എന്ത് ചെയ്തിട്ടുണ്ട്, സെല്ലുലാർ ലെവലിലുള്ള ഓർഗനൈസേഷനിലുള്ള ജീവികൾ ഏതാണെന്നുള്ളത്, ടിഷ്യൂ ലെവലിലുള്ള ജീവികൾ ഏതാണെന്നുള്ളത്, ദെൻ ഓർഗാൻ ലെവൽ, ഓർഗാൻ സിസ്റ്റം ലെവൽ, ഇങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ക്ലാസ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് വരാം. അപ്പോൾ എല്ലാവരും അന്നാന്നെടുക്കുന്ന കാര്യങ്ങൾ, ടീച്ചർ പറയുന്ന കാര്യങ്ങളൊക്കെ നോട്ടിലേക്ക് എഴുതിയെടുക്കുക. അന്നാന്നെടുത്ത കാര്യങ്ങളൊക്കെ നന്നായി പഠിക്കുക. ഓക്കെ, എന്നിട്ട് ആ നോട്ട് ടീച്ചർക്ക് വാട്സാപ്പിൽ അയച്ചു തരാം. ഓക്കെ, ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം.